Hi friends, welcome to Share Market in Malayalam YouTube channel. നമ്മൾ രണ്ട് വീഡിയോസ് ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോസാണ് ചെയ്തത്. ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഒരുപാട് പേര് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നില്ല. വരാത്തതിന് കാരണം അറിവില്ലാത്തതാണ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിവില്ലാത്തതാണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബ്രോക്കേഴ്സിനെ പറ്റി 3 തരം ബ്രോക്കേഴ്സിനെ പറ്റി ചർച്ച ചെയ്തു. ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ എടുക്കാനും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ സക്സസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് പല കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇൻട്രാഡേ ട്രേഡിങ്, BTST ട്രേഡിങ്, ഷോർട്ട് ടൈം ട്രേഡിങ് ആൻഡ് ലോങ് ടൈം ട്രേഡിങ്, പിന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്, ഫ്യൂച്ചർ ട്രേഡിംഗ് ഉണ്ട്. അതുകൂടെ കമ്മോഡിറ്റി ട്രേഡിംഗ് വേറെയും കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഇക്വിറ്റി ട്രേഡിങ്ങിലേക്ക് തന്നെ പോവാം. ഇക്വിറ്റി ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ. എല്ലാവരും ഇൻട്രാഡേയിലാണ് പൈസ കളയുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന ട്രേഡും ഇൻട്രാഡേ തന്നെയാണ്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യണ്ടെന്നല്ല, ഇൻട്രാഡേ നിങ്ങൾ ചെയ്തു. പക്ഷേ സക്സസ് റേഷ്യോ നല്ലൊരു റേഷ്യോ കിട്ടുന്നവരെ വളരെ ചെറിയ ക്വാണ്ടിറ്റി, വളരെ ചെറിയ ക്വാണ്ടിറ്റി, നമ്മുടെ തടിക്ക് തട്ടരുത്. നഷ്ടം വന്നാലും തടിക്ക് തട്ടരുത്. ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, എക്സ്പേർട്ടിനോടല്ല. ഇത് വർഷങ്ങളായിട്ട് ഇത് ചെയ്ത് എക്സ്പേർട്ടായവരുണ്ടാവും. ഓക്കെ, അവർ ചിലപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ കാണുന്നുണ്ടാകും. ശരിക്കും ട്രേഡിങ് ബിസിനസ് തന്നെയാണ്, ആ ഒരു കാറ്റഗറി തന്നെയാണ് കാണേണ്ടത്. അപ്പം ആ ബിസിനസ്സായിട്ട് കാണുന്നവർ, ആ നല്ല രീതിയിൽ പോകുന്നവരും ഓക്കെ, അവരങ്ങനെ പോകട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇൻട്രാഡേക്ക് വരുന്നവരും ഓടാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഇൻട്രാഡേയിൽ ഒരുപാട് സ്ട്രാറ്റജീസും മെത്തേഡും ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സക്സസ് ആയ ഒരു മെത്തേഡ് കിട്ടുന്നവരെ വലിയ ക്യാഷ് ഇട്ട് ചെയ്യരുത്, ക്യാഷ് പോവും, ഉറപ്പാണത്. അപ്പം ചെയ്യരുത്. അതുവരെ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റി വളരെ നിസ്സാര ഇതായിട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ട്രേഡിങ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കറേജിൽ അക്കൗണ്ട് എടുക്കുക, ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ബ്രോക്കറേജായിട്ട് പോവും. അപ്പം ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്. പിന്നെ BTST എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ഉണ്ടല്ലോ, ആ BTST എന്ന് പറഞ്ഞാൽ കഴിവതും എടുക്കാതിരിക്കുക. അത് വളരെ പ്രശ്നമാണത്. ക്യാഷ് 1-2 പ്രാവശ്യം കിട്ടിയേക്കാം, പക്ഷേ അത് പോകാനുള്ള സാധ്യത വളരെ ഇതാണ്. ഇതിൻ്റെ കൂടെ പറഞ്ഞു വരാനുള്ളൊരു കാര്യം, ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പ്രോഫിറ്റായിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകും. പിന്നെ ലോസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ലോസ് ആയിരിക്കും സാധ്യത. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുക. പ്രോഫിറ്റിലാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് വിൽക്കുന്നത് നമ്മൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് കയറി പോകുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്നല്ലാതെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാറില്ല. ലോസ് വരുമ്പോഴത്തേനും ഇനി കയറി വരും എന്ന് കരുതി നമ്മളത് നോക്കിയിരിക്കും. അങ്ങനെ നമ്മൾ വലിയൊരു ലോസിൽ പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, ഇതിൻ്റെ ലീവറേജ് എടുക്കുന്നതാണ് കാര്യം. ലീവറേജ് എടുക്കാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു പ്രശ്നമില്ല. ലീവറേജ് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ ഒരു സംഭവം ഒന്ന് സക്സസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻട്രാഡേ ഒഴിവാക്കുക, അല്ലാതെ അതിൽ വേറെ വഴിയൊന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, ഒന്ന് നല്ല പരിചയമുള്ള കമ്പനി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നല്ല പരിചയമുള്ള കമ്പനി, ഇപ്പം സെൻസെക്സിലെ 30 കമ്പനീസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 30 കമ്പനീസാണ്. വിവിധ സെക്ടറുകളിൽപ്പെട്ട കമ്പനീസാണ് 30 കമ്പനീസ്. നിഫ്റ്റിയിലെ 50 കമ്പനീസ്, നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി 100 ഉണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്. അടുത്ത നിഫ്റ്റി 50ലേക്ക് വരാൻ സാധ്യതയുള്ള കമ്പനികളുടെ ലിസ്റ്റ്, കമ്പനികൾ നിഫ്റ്റി നെക്സ്റ്റ് 50. അപ്പം ഇങ്ങനെയുള്ള കമ്പനികൾ, നിഫ്റ്റി 50 തന്നെ 50 കമ്പനികളുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് SMS കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ നമ്പർ എങ്ങനെയായാലും ഔട്ടാകും. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരോ കളികളാണ്. എനിവേ നമ്മുടെ നമ്പർ പലർക്കും കിട്ടും. അപ്പം നമുക്ക് ഇമെയിൽ കിട്ടും. അതിലേക്കൊക്കെ ടിപ്സും സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്, സ്റ്റോക്സ് മൾട്ടി ബാഗർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ വരും. ഓർക്കുക, ആരും ഒരു സാധനവും വെറുതെ തരില്ല. ഇത് നിങ്ങൾക്ക് വെറുതെ അവർ തരുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പം ടിപ്സ് പുറകെ പോകുന്ന അങ്ങനത്തെ സ്റ്റോക്കുകൾ, നമ്മൾ കേൾക്കാത്ത സ്റ്റോക്കുകൾ, മിക്ക സ്റ്റോക്ക് കൊടുക്കുന്നത് നമ്മൾ കേൾക്കാത്ത സാധനമായിരിക്കും. ഉറപ്പ് 100% കേൾക്കാത്ത, ആരും നോട്ട് ചെയ്യാത്ത കമ്പനികളായിരിക്കും. അവർ SMS വരുമ്പോൾ ഈ സാധനം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ പെട്ടുപോകും. അപ്പം നമുക്ക് ഫ്രീ ടിപ്സ്, ഫ്രീ സംഭവങ്ങളൊക്കെ തരുന്നത് അത് കണ്ണടച്ചങ്ങ് ഒഴിവാക്കുക. അത് വേണ്ട നമുക്ക്. അതുപോലെ തന്നെ പെയ്ഡ് കാര്യം തരുന്നുണ്ട്, പെയ്ഡ് ടിപ്സും കാര്യങ്ങളും തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഒരുപാട് ഫ്രോഡ് ആൾക്കാരെ ഞാൻ ആ ഒരു ഫീൽഡിൽ കണ്ടിട്ടുണ്ട്.
പെയ്ഡ്. കാരണം നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണല്ലോ അത്. അപ്പം ഈ അറിവ് ഉണ്ടാകാനുള്ള ഒരു ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ, ഏറ്റവും നല്ല കമ്പനികളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ഗുണം എന്നാന്ന് വെച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റിയും ക്യാഷും ഇവരുടെ കയ്യിലുണ്ട്. റിസർവ് ഫണ്ട് ഉണ്ടാവും, നല്ല രീതിയിലുള്ള റിസർവ് ഫണ്ട് ഉണ്ടാവും. ഈ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ റിസർവ് ഫണ്ടൊക്കെ കുറവായിരിക്കും. അവർക്ക് ചിലപ്പോൾ അങ്ങനെ അധികം മാനേജ് ചെയ്ത് പോകാനൊന്നും ചിലപ്പോൾ ഒരു വലിയൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പോകാൻ കഴിയാതെ വന്നേക്കാം. എല്ലാവരും അല്ല കേട്ടോ, ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും കമ്പനികളാണ് പിന്നീട് ലാർജ് ക്യാപ്പായിട്ട് വരുന്നത്. അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള റിട്ടേൺ കുറച്ച് കുറവായിരിക്കും. അതിന് കാരണം ആ കമ്പനി ഏകദേശം നന്നായിട്ട് വളർന്ന ഒരു കമ്പനിയാണ്, വളർന്നു നിൽക്കുന്ന കമ്പനിയാണ് ലാർജ് ക്യാപ്പ്. അതേസമയം വളർച്ചാ സാധ്യത ഏറ്റവും കൂടുതലുള്ള കമ്പനികളെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുമാണ്. കാരണം അവർക്ക് കുറേയും കൂടെ വളരാനുള്ള അവരൊരു മിഡിൽ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് മിഡിൽ ആ ഒരു സ്റ്റേജിലായിരിക്കും അവരുടെ വളർച്ചയെത്തി നിൽക്കുന്നത്. പക്ഷേ ലാർജ് ക്യാപ്പ് ഏകദേശം ഓൾറെഡി വളർന്നു, ഇനിയും വളരാം. ഓക്കെ, എനിവേ നമുക്ക് സേഫ് എന്താണ്, എസ്പെഷ്യലി ഒരു ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് സേഫ് എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് കമ്പനികളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സ്മോൾ ക്യാപ്പിലൊക്കെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, മിഡ് ക്യാപ്പിലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ലാർജിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒരു കമ്പനി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഒറ്റ കമ്പനി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു 10-20 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൽ കൂടുതൽ ഞാൻ പറയുന്ന 100 കമ്പനി ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പണം വേണ്ടതെന്ന് ചോദിക്കും. ഓക്കെ, ഒരു കമ്പനിയിൽ 2000 രൂപ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 3000 വെച്ചാണെങ്കിലും കുഴപ്പമില്ല. ക്യാഷ് ഉള്ളവർക്ക് നോ പ്രോബ്ലം. അപ്പം ക്യാഷ് ഇല്ലാത്തവരങ്ങനെ കുറച്ച് പൈസ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നോ പ്രോബ്ലം. നമ്മളെന്താ ചെയ്യുക, മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക വിവിധ സെക്ടറുകളിൽ. ഇപ്പം നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ വിവിധ സെക്ടറുകളുണ്ട്. നിഫ്റ്റി 50 നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മെറ്റൽ, IT, പിന്നെ FMCG, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെക്ടേഴ്സിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, ഡേറ്റ അവൈലബിൾ ആണ്. ചുമ്മാ അടിച്ചു കൊടുത്ത് നിഫ്റ്റി 50 സെക്ടേഴ്സെന്നോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. അത് വലിയ മണി കൺട്രോളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ടർ വൈസ് കിട്ടും, അതിലുള്ള കമ്പനികൾ കിട്ടും. അപ്പം ഇങ്ങനെ സെക്ടർ വൈസ് നമ്മൾ കൊടുക്കുക. ഏത് സെക്ടറാണോ ഒന്ന് ബൂം ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് സെർച്ച് ചെയ്താലൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. അതൊന്നും വേണ്ടാന്ന് വെക്കുക. എല്ലാ സെക്ടറിലും ഒരു കമ്പനി എടുത്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാ കാരണങ്ങൾ കൊണ്ട് കമ്പനിയുടെ പ്രൈസ് താഴെ പോകും. നിങ്ങൾക്ക് അറിയാം, ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുത്തനെ ഒരു കയറ്റമോ കുത്തനെ ഒരു ഇറക്കമോ അല്ലാതെ ഇങ്ങനെ സിക്സാഗ് മോഡലിലാണ് പോകുന്നത്. കുറച്ച് ഇറങ്ങും, കുറച്ച് കയറും, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഇറക്കങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇറക്കങ്ങളിൽ വളരെ ചെറിയ ക്യാപിറ്റൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വലിയ ഇപ്പോൾ ക്യാഷുകാരാണെങ്കിൽ പോലും ഞാൻ പറയുക ചെറിയ ക്യാഷ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നാണ്. കാരണം ഷെയർ ഇടിയാം. മിക്കവരുടെയും പോർട്ട്ഫോളിയോ ഒരു റെഡ് ആകാനുള്ള കാരണം ഇതാണ്. വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ കമ്പനി താന്ന് നിൽക്കുകയാണ് എന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ കമ്പനിയുടെ ഒറിജിനൽ ഒരു താന്ന് നിൽക്കുന്നത് അതായിരിക്കില്ല, അതിലും താഴും കമ്പനി. വീണ്ടും അതിലും വലിയ രീതിയിൽ വീണ്ടും താഴുമ്പോഴത്തേനും നമ്മുടെ നെഗറ്റീവ് ആകും. ഇതാണ് ശരിക്കും ഒറിജിനലായിട്ട് ഒരു കമ്പനിയുടെ പീക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോട്ടമോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്കും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല. അത് അങ്ങനെ പറ്റുമെന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. അങ്ങനെ പറ്റുമൊന്നുമില്ല. ഒരു ഗസ് ചെയ്യാന്നല്ലാതെ അതൊന്നും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് വളരെ ചെറിയ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രം, ഏറ്റവും നല്ല കമ്പനിയാണെങ്കിൽ പോലും, നല്ല സൂപ്പറാണ്, എല്ലാം ഓക്കെയാണ് എന്നാൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മാക്സിമം നമുക്ക് കഴിയാവുന്നത്ര കമ്പനികളിൽ ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരിക്കലും ഹറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്. ഒരു കമ്പനിയിലില്ല, അപ്പുറത്തെ കമ്പനിയിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നത് നമ്മുടെ കുറ്റമാണ്. ഓക്കെ, എന്നാലും അത് കാണാതെ പോകുന്നതാണ്. അപ്പോൾ എല്ലാ കമ്പനികളുടെ ഗ്രാഫ് എടുത്ത് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഡൗണിൽ വരുന്ന ഒരു ഇത് നമ്മളൊന്ന് മനസ്സിൽ കണക്കൂട്ടുക. ആ ഒരു ലെവലിൽ ചെറിയ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. വലിയ സ്റ്റഡി കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിൽ. കാരണം ഓൾറെഡി നല്ല കമ്പനികളാണ് ഈ നിഫ്റ്റി 50 പെട്ട കമ്പനികൾ. അപ്പോൾ പിന്നെ അതിൽ വലിയൊരു സ്റ്റഡിയുടെ ആവശ്യമില്ല. എന്നാൽ പോലും സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഇനിയിപ്പോൾ അഥവാ ഇപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പാണ്. ഈ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പറ്റും. അപ്പം ചെറിയ
ഇത് മാത്രം, ചെറിയ ക്യാഷ് മാത്രം ഡിപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, SIP മോഡൽ ഫോളോ ചെയ്യുക. അടുത്തത് SIP മോഡൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊന്നും ചെയ്യുന്ന പോലെ നമ്മളൊരു ഡേറ്റ് ഇട്ടിട്ട് കറക്റ്റ് ആ ഡേറ്റിന് ഇത്ര പൈസ ഇടുക. ഇപ്പോൾ 2000 രൂപ വെച്ച് ഒരു ഷെയർ മേടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അശോക് ലൈലാൻഡ് ഷെയർ ഞാൻ എല്ലാ മാസം 2000 രൂപ വെച്ച് മേടിക്കുകയാണ്. അങ്ങനെ ഒന്നും നിയമമൊന്നുമില്ല. നമ്മൾ ഇപ്പം 2000 രൂപയ്ക്ക് മേടിച്ചുള്ളെങ്കിൽ മതി, 2000 രൂപയ്ക്ക് മേടിച്ചാൽ മതി. ഓക്കെ, നോ പ്രോബ്ലം. ചിലപ്പോൾ അത് ഇപ്പോൾ ഡബിളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡബിളാകാനുള്ള സാധ്യത ഇല്ലാതെയൊന്നുമില്ല. ഒരു വർഷം കൊണ്ടൊക്കെ ഡബിളാകാൻ സാധ്യതയുണ്ട് ഉള്ള കമ്പനിയാണ് അശോക് ലൈലാൻഡ്. ഡബിളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2000 രൂപ 4000 രൂപയില്ലേ. ഇങ്ങനെ നമ്മളൊരു 10-20 കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുമല്ലോ, റിസ്ക്കും ഇല്ലാതെ. അപ്പം അടുത്തത് SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. SIP മോഡൽ എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ കമ്പനി താഴുന്നത്, ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഒരുപാട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് പൈസ, അതിനാണ് നമ്മൾ കുറച്ച് പൈസ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശകലം പൈസ, ഇപ്പോൾ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി അത് ഒരു 50% ഇടിഞ്ഞു. അങ്ങനെയൊന്നും വലിയ കമ്പനികൾ അങ്ങനെയൊന്നും ഇടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇടിഞ്ഞു എന്ന് വിചാരിച്ചോളുക. ഇടിഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആദ്യം മേടിച്ച് എത്രയോ ഷെയർ മേടിക്കുക, നമുക്ക് 1000 രൂപ കൊടുത്താൽ മതി. അതാണ് അതിൻ്റേത്. പിന്നെ ഈ ഇടിഞ്ഞത് ഇടിഞ്ഞിടിഞ്ഞങ്ങ് പോകുമല്ലോ ചെയ്യുന്നത്, കയറുമല്ലോ. കയറ്റം ഇറക്കോ നമ്മൾ ഗ്രാഫിൽ കാണുന്നതാണ്. സോ അത് കയറും. അത് കയറി വരുമ്പോൾ നമുക്ക് വിൽക്കാം. അപ്പോൾ നമുക്ക് വില കുറഞ്ഞും സംഭവങ്ങൾ കിട്ടി. അതേസമയം ഈ 2000 രൂപയ്ക്ക് നമ്മളൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അത് വില കൂടി 3000 രൂപയായി എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ 2000 അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഇത് മെല്ലെ എന്താ ചെയ്യുക, ഇതങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് പിൻവലിക്കുക, ലാഭം എടുക്കുക. പക്കയായിട്ട് വേണമെങ്കിൽ 1000 രൂപ ലാഭം എടുത്തിട്ട് വീണ്ടും 2000 രൂപ കമ്പനി അപ്പോൾ ഇടണമെങ്കിൽ ഇടാം. അത്രയേ ഉള്ളൂ. 2000 രൂപ ഇടുക. പക്ഷേ ആ ലാഭം കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇടിയുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. നന്നായിട്ട് ഇടിയുമ്പോൾ അത് ഇനി ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ഡേറ്റിന് ഇടിയും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഉള്ള കാര്യം, ഈ ന്യൂസ് ഇടിയാനുള്ള കാരണം, ഒരു കമ്പനി ഇടിയാനുള്ള കാരണം എന്താണെന്ന് നോക്കുക. കമ്പനിയുടെ കുറ്റം കൊണ്ടിടിയാം, വേറെ പ്രശ്നങ്ങൾ കൊണ്ടിടിയാം. ഗ്ലോബലി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടിയാം, ഒരു വാറിൻ്റെ ഒരു സൂചന ഉണ്ടെങ്കിൽ ഇടിയാം. അങ്ങനെ 100 കാര്യങ്ങളുണ്ട് ഒരു മാർക്കറ്റ് ഇടിയാൻ. മാർക്കറ്റ് ഇടിയുമ്പോൾ ആ കൂടെ എല്ലാ കമ്പനികളും അങ്ങ് ഇടിയും. അതാണ്, കൂടെ നിൽക്കുന്നവരെല്ലാം കൂടെ അങ്ങോട്ട് പോകും, താഴേക്ക് പോകും. പക്ഷേ അത് ചിലപ്പോൾ കമ്പനിയുടെ കുറ്റം കൊണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണോ കമ്പനിയുടെ ഷെയർ ഇടിയുന്നത്, അത് ശ്രദ്ധിക്കണം. കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല ഷെയർ ഇടിയുന്നതെങ്കിൽ അടുത്ത പോസിറ്റീവ് ന്യൂസിന് അത് പറന്നും മുകളിൽ തന്നെ പോയി നിൽക്കും. എവിടെ നിന്ന് വന്നോ അവിടെ പോയി നിൽക്കും. ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വളരെ